പേടി. അയ്യോ हाजी हाँ गाड़ी भी गाड़ी एक नंबर. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ മഹാരാഷ്ട്ര എക്സ്പെഡീഷൻ. സോ നമ്മളങ്ങനെ മഹാബലേശ്വറിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഒരു ഉച്ചരയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ മഹാബലേശ്വറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് വ്ളോഗ് എടുക്കാൻ പറ്റാതിരുന്നത് എൻ്റെ മൊബൈലിലും അതുപോലെ തന്നെ എൻ്റെ ആക്ഷൻ ക്യാമറയിലൊക്കെ. ഇതേ കോട നോക്കിയേ, പുക പോലെയാണ് അടിച്ച് കയറുന്നത്. കണ്ടാൽ പുകയാണെന്ന് വിചാരിക്കുള്ളൂ. ഇന്നലെ എൻ്റെ ആക്ഷൻ ക്യാമറയും അതുപോലെ തന്നെ മൊബൈലൊക്കെ ചാർജ് കയറുന്ന സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ മഹാബലേശ്വറിൽ എത്താനാകുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു റൂട്ടുണ്ട്. ആ റൂട്ട് ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി റൂട്ടായിരുന്നു. അത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എടുക്കാൻ സാധിച്ചില്ല വീഡിയോ, ആക്ഷൻ ക്യാമറയ്ക്ക് ചാർജ് ഇല്ലാത്തതുകൊണ്ട്. സോ ഇന്ന് മഹാബലേശ്വർ ഈ ഒരു ഏരിയ മാക്സിമം ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ വേറെ എവിടെയും പോകുന്നില്ല, ഈ ഒരു ഏരിയ തന്നെ ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. എനിക്ക് ആക്ച്വലി ഒന്നും കാണുന്നില്ല, കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഒരു 10 മീറ്റർ ഡിസ്റ്റൻസ് വരെയൊക്കെ കാണുന്നുള്ളൂ, അതിനപ്പുറം ഒന്നും കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഫോഗ് കാരണം അത്ര വിസിബിളൊന്നുമല്ല. എനിക്കാണെങ്കിൽ ഞാൻ ഫോഗ് ലാമ്പൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഫോഗ് ലാമ്പൊക്കെ ഫിറ്റ് ചെയ്താൽ മതിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പോലെ തന്നെ. നമ്മളിപ്പോൾ പോണത് എലിഫൻറ്റ് ഹെഡ് എന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, എലിഫൻറ്റ് ഹെഡ്. സോ ആ ഒരു വ്യൂ പോയിൻറ്റിലോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് അങ്ങനെ ഒരു 2-3 സ്പോട്ടുകൾ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഇനി ഇതിലേ പോകണ്ടേ? ഇതിലാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് സ്പോട്ടുകളുണ്ട്, അമ്പലങ്ങളായിട്ടും വ്യൂ പോയിൻറ്റുകളായിട്ടും വാട്ടർഫോൾസായിട്ടും പിന്നെ അതുപോലെ തന്നെ നദികളായിട്ടും കുഞ്ഞു കുഞ്ഞു അരുവികളായിട്ടും അങ്ങനെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് എല്ലാം വിസിറ്റ് ചെയ്യുന്നില്ല. ഇവിടെ മെയിനായിട്ട് നിൽക്കുന്ന 3 സ്പോട്ടുകളിലോട്ടേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. അപ്പോൾ എൻ്റെ പ്ലാനിലുള്ളത് ലിംഗ്മല എന്നൊരു വാട്ടർഫോൾസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ആർത്തേഴ്സ് സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അതും എലിഫൻറ്റ് ഹെഡ് എന്നൊരു വ്യൂ പോയിൻറ്റും. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് എലിഫൻറ്റ് ഹെഡിലേക്കാണ്. കാര്യമായിട്ടൊന്നും കാണുന്നില്ല, ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചങ്ങ് നേരെ പോലെ തന്നെ, കാരണം കോട കൊണ്ട് ഫുള്ള് മൂടിയിരിക്കുകയാണ്. ഞാൻ റൈഡിങ് ഗിയേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല, എനിക്ക് കാണാൻ പറ്റും. ഗ്ലൗ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, ഗ്ലൗ ഇട്ടിട്ടില്ല, ബൂട്ട് ഇട്ടിട്ടില്ല, റൈഡിങ് ജാക്കറ്റോ റൈഡിങ് പാൻസോ ഞാൻ ഇട്ടിട്ടില്ല. കാരണം ഇവിടെ അടുത്ത് തന്നെയുള്ള ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യുന്നതാണല്ലോ, അധികം ദൂരമൊന്നും പോകുന്നില്ല. നമ്മൾ നാളെയാണ് അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലോട്ടേക്ക് നമ്മൾ പോകുന്നത്. അത് അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അമ്പോ, ഒരു വീഡിയോ എടുക്കാം. ഈ ഒരു വെതറിൽ വണ്ടി നിർത്തിയിട്ടിട്ട് എത്ര തവണ ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണെങ്കിലും മതിയാവില്ല. പിന്നെയും 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 നമുക്ക് എടുക്കാൻ തോന്നും. ഒന്നുകൂടെ എടുക്കാം. ലാസ്റ്റ് വൺ.
ഈ എലിഫൻറ്റ് ഹെഡ് വ്യൂ പോയിൻ്റ് രാവിലെ 6 മണിയാകുമ്പോഴേക്കും ഓപ്പൺ ആക്കും. ഇപ്പോൾ 8:15 ആവാറായിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടാവും. അത്യാവശ്യം നല്ല ക്രൗഡ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ അത്രയും നല്ലത്. നമുക്കെന്തായാലും നോക്കാം. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ എത്തിപ്പോയത് ഞായറാഴ്ചയാണ്. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ബാക്കിയുള്ള ഡെസ്റ്റിനേഷൻസൊക്കെ നമ്മളെന്തായാലും വീക്ക് ഡേയ്സിലായിരിക്കും നമ്മൾ പോകുന്നത്. നാളെ മറ്റന്നാൾ അതിൻ്റെ പിറ്റേന്നൊക്കെ നമ്മളെന്തായാലും വീക്ക് ഡേയ്സിലൊക്കെയാണല്ലോ നമ്മൾ പോകുന്നത്. നല്ല കോട ഉള്ളത് കൊണ്ട് സ്പീഡ് കൂട്ടാനും പറ്റുന്നില്ല. വിസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും ചെന്ന് ചാമ്പി കൊടുക്കേണ്ടി വരും സ്പീഡിൽ പോവുകയാണെങ്കിൽ. എലിഫൻറ്റ് ഹെഡ് വ്യൂ പോയിൻറ്റിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു ട്രെയിലായിരുന്നു. ഈ ട്രെയിൽ ഇവർ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ അടുത്തെങ്ങാനും കോൺക്രീറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലോഡ്വിക് ട്രെയിൽ എന്നാണ് ഇതിൻ്റെ പേര്. भाई एलिफेंट हेड व्यू पॉइंट स्ट्रेट है. व्यू वाला ये पहाड़ी व्यू है. एलिफेंट हेड वाला जो लेफ्ट साइड. एलिफेंट हेड लेफ्ट. इधर ये लेफ्ट. ये सेकंड लेफ्ट. इधर से लॉडविक है. ये लॉडविक. ओह ओके भाई, एक मिनट. इस जगह से है सेकंड लेफ्ट. सेकेंड लेफ्ट है. हाँ जी. Two elephant head point. हाँ After shore. हाँ Second is elephant head mountain shape. हाँ और this is a lordvik or elephant head. हाँ. जंगल ट्रैक. ये जंगल ट्रक. ये जंगल ट्रक. ये गाड़ी जाता है. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇവർ ഈ എലിഫൻറ്റ് ഹെഡ് വ്യൂ പോയിൻ്റ് 2 തരത്തിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഒന്ന് ഈ വണ്ടിക്കൊക്കെ പോകാൻ പറ്റുന്നതും മറ്റൊന്ന് ഒരു ജംഗിൾ ട്രക്കുമാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബൈക്കിനൊക്കെ പോകാൻ പറ്റുന്ന ആ ഒരു റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജംഗിൾ ട്രക്കല്ല. ഞാൻ ഫോട്ടോയിൽ കണ്ട ഒരു എലിഫൻറ്റ് ഹെഡ് വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് തന്നെയാണ് ഈ റൂട്ട് തന്നെ കൊണ്ടുപോകുന്നത് എന്ന് വിശ്വസിക്കാം. ഇനി ഈ ജംഗിൾ ട്രക്കിൻ്റെ ആ ഒരു വ്യൂ പോയിൻ്റ് ആയിരിക്കുമോ അത് എന്ന ഒരു ബേജാറുമുണ്ട്. ഈ വഴി തന്നെ ആയാൽ മതിയായിരുന്നു. നല്ല കട്ട ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. എത്തിയോ? ഇതെങ്ങാനാണോ? ഏയ്, ഇനി ഇതിലാണ്. വഴിയൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആണ് കേട്ടോ. ഇവിടെ ആരുടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം. അമ്മ, एलिफेंट हेड व्यू पॉइंट इधर से वो जंगल ट्रक है ना? ये स्ट्रेट. हाँ, ऊपर से इधर से एक एलिफेंट हेड व्यू पॉइंट है, दूसरा नहीं है. മറ്റേ ചങ്ങായി പറഞ്ഞത് 2 എലിഫൻറ്റ് ഹെഡ് വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ്. പക്ഷേ ഇവർ പറയുന്നത് ആകെ ഒന്നേ ഉള്ളൂ എന്ന്. നമുക്കെന്തായാലും ഇവർ പറഞ്ഞ റൂട്ടല്ലാതെ ഇവർ നമ്മൾ വന്ന വഴിയിലൂടെ പോകാനാണ് പറഞ്ഞത്. നമുക്ക് ഏതായാലും ഇതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. ഓ, जी एलिफेंट हेड व्यू पॉइंट किधर है? एलिफेंट हेड व्यू पॉइंट
इस जगह से नहीं, नाही किधर से? हे वरनं वळायचं तिकडे जायचं वरनं रस्ता आहे ना हाँ, वरनं तिकडे जायचं उधर से लेफ्ट आ, हा लेफ्ट ഫസ്റ്റ് ലെഫ്റ്റാ? हा പല ആൾക്കാരും പലതാണല്ലോ പറയുന്നത്. നമുക്കെന്തായാലും നമ്മൾ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു റൂട്ടിലേക്ക് തന്നെ പോവാം. അമ്മേ പടച്ചോനെ നിങ്ങൾ കാത്തോളി. പെട്ടെന്ന് ഓപ്പോസിറ്റ് വണ്ടി വന്നിരുന്നെങ്കിൽ കയറി ചാമ്പിയേനെ. കാരണം അവിടെ ചരലായിരുന്നു. എൻജിൻ ബ്രേക്കോ ഫ്രണ്ട് ബ്രേക്കോ റയർ ബ്രേക്കോ ചവിട്ടിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. കണ്ടില്ലേ, എലിഫൻ്റ് ഹെഡ് വ്യൂ പോയിൻ്റ് അങ്ങോട്ടേക്കാണ്. നമ്മൾ ഫസ്റ്റ് വന്നത് ഈ റൂട്ടിലാണ്. ഈ റൂട്ടിൽ നിന്ന് നമ്മൾ നേരെ പോയിട്ട് അവിടെ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അതൊരു ജംഗിൾ ട്രക്കാണ്, ഇതിലാണ് ശരിക്കും റൂട്ട്. എന്നിട്ട് അതുവഴി പോയപ്പോൾ അവിടെ ഒരു അമ്മച്ചി പറഞ്ഞു അതിലേ അല്ല ഇതിലേ തന്നെയാണെന്ന്. പക്ഷേ അത് കേൾക്കാതെ ഞാൻ പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഒരച്ചാച്ചൻ പറഞ്ഞു ഇതിലേ അല്ല മറ്റേ മെയിൻ റോഡ് വഴിയാണെന്ന്. ഇപ്പം ഞാൻ പിന്നെയും ഈ റൂട്ടിലോട്ടേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്ക് ഏതായാലും മറ്റേ ജംഗിൾ ട്രക്കിലോട്ടേക്ക് തന്നെ കയറാം. അത് തന്നെയായിരിക്കും മെയിൻ. എന്തായാലും നല്ല ക്രൗഡ് ഉണ്ടാവും, കുഴപ്പമില്ല. ഗൈസ്, നമ്മളങ്ങനെ എലിഫൻ്റ് ഹെഡ് വ്യൂ പോയിൻ്റ് ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് വണ്ടി പാർക്കിംഗ് എന്ന് വിശ്വസിക്കാം. കാരണം ഇവിടെ വേറെ വണ്ടിയൊന്നും കാണുന്നില്ല. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി എടുക്കരുത് എന്നാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മളിപ്പോൾ എലിഫൻ്റ് ഹെഡ് വ്യൂ പോയിൻറ്റിലോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് ട്രക്കിംഗ് റൂട്ട്. ഇതിനു മുമ്പൊരു പക്ക ഓഫ് റോഡ് റൂട്ടാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഈ സ്ഥലം മഹാബലേശ്വറിലാണ്. മഹാബലേശ്വർ സത്തറ എന്ന ജില്ലയിലെ, അതായത് മഹാരാഷ്ട്ര സത്തറ എന്ന ജില്ലയിലാണ് മഹാബലേശ്വർ എന്നൊരു ഹിൽ സ്റ്റേഷൻ ഉള്ളത്. ഈ ഊട്ടിയൊക്കെ പോലെ തന്നെ. ഇവിടെ മൺസൂണിൽ മാത്രമാണോ ഈ ഒരു ക്ലൈമറ്റ് എന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഈ ഒരു മഹാബലേശ്വർ എന്ന ഈ ഒരു ഹിൽ സ്റ്റേഷൻ അത്ര പ്രചാരത്തിലെത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം മലയാളീസൊക്കെ മഹാരാഷ്ട്ര വരുമ്പോൾ, അതായത് മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടം വിസിറ്റ് ചെയ്യുമ്പോൾ മത്തേരാനൊക്കെയാണ് മെയിനായിട്ട് വിസിറ്റ് ചെയ്യുന്നത്. മത്തേരാൻ, അതുപോലെ തന്നെ ഹരിഹർ ഫോർട്ട്, കലവന്തിൻ ദുർഗ്, കുംഭെ വാട്ടർഫോൾസ്, ദേവ്കുണ്ട് വാട്ടർഫോൾസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മളെ മലയാളികൾ വിസിറ്റ് ചെയ്യുന്നത്. മലയാളികളിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർക്കൊന്നും ഈ ഒരു ഹിൽ സ്റ്റേഷൻ അറിയില്ല എന്ന് തോന്നുന്നു. മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്, ഗോവ, കർണാടക, അങ്ങനെയൊക്കെ. സോ ഒരു അടിപൊളി പ്ലേസാണ്. ഇവിടെ ഒരേ സ്ഥലത്ത് തന്നെ 2 വ്യൂ പോയിൻ്റാണുള്ളത്. നിങ്ങളിവിടെ ഈ ഒരു ജംഗ്ഷനിലെത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ടേക്ക് എടുക്കുമ്പോൾ ലോഡ്വിക് വ്യൂ പോയിൻ്റ് എന്ന സ്ഥലത്തോട്ടേക്ക് എത്തും. ഇനി നിങ്ങൾ റൈറ്റിലോട്ടേക്കാണ് പോകുന്നതെങ്കിൽ എലിഫൻ്റ് ഹെഡ് വ്യൂ പോയിൻറ്റിലോട്ടേക്ക് എത്തും. ഇതാണ് ലോഡ്വിക് വ്യൂ പോയിൻ്റ്. നല്ല കാറ്റും കോടയും ഉണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് നടന്നു നോക്കാം. നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ട്. അയ്യോ, സമുദ്രനിരപ്പിൽ നിന്നും 4000-ഓളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വ്യൂ പോയിൻ്റ് ആദ്യമായി ഡിസ്കവർ ചെയ്യുന്നത് ബ്രിട്ടീഷ് ജനറൽ പീറ്റർ ലോഡ്വിക് ആണ്.
അതിനെ തുടർന്നാണ് ഇത് ലോഡ്വിക് വ്യൂ പോയിൻ്റ് എന്നറിയപ്പെടുന്നത്. വാവ്, നമ്മളങ്ങനെ എലിഫൻറ്റ് ഹെഡ് വ്യൂ പോയിൻറ്റിലോട്ടേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇനിയും കുറച്ചുകൂടെ കാണാനുണ്ട്. ഇത് ജസ്റ്റ് ഒരു എത്തിപാടുള്ള ഒരു വ്യൂ ആണിത്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് നോക്കാം. ഞാൻ ഒരുമാതിരി ചെരുപ്പിട്ടത് കൊണ്ട് വല്ലാതെ സ്ലിപ്പാവുന്നു, അത് കുറച്ച് അടങ്ങാറാണ്. അമ്പോ, അടിപൊളി. വാവ്, എൻ്റെ അമ്മോ. ഇവിടുന്ന് ഒന്ന് കാല് തന്നെയാ പിന്നെ നോക്കണ്ട. നമുക്ക് അങ്ങോട്ടേക്ക് നടന്ന് നോക്കാം. റോഡ് ടു ഹെവൻ, ലെറ്റ്സ് ഗോ. സോ ഇതാണ് പ്രോപ്പർ എലിഫൻറ്റ് ഹെഡ് വ്യൂ പോയിൻറ്റ്. കൊള്ളാല്ലേ? ഇത്രയധികം കോടമൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നല്ല അടിപൊളി വ്യൂ കാണാമായിരുന്നു. പക്ഷേ ഭയങ്കര കോടയായിപ്പോയി. കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഗായ്സ്, നമ്മളങ്ങനെ എലിഫൻറ്റ് ഹെഡ് വ്യൂ പോയിൻറ്റും കണ്ടു, അതുപോലെ തന്നെ ലോഡ്വിക് വ്യൂ പോയിൻറ്റ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഒരു വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വാട്ടർഫോൾസിൻ്റെ പേരാണ് ലിംഗ്മല വാട്ടർഫോൾസ്. സോ ലെറ്റ്സ് ഗോ. ഓ, മഴ പെയ്തല്ലോ. കണ്ണ് കാണാൻ പറ്റാത്ത കോടയാണ്. ക്യാമറയിലാണെങ്കിൽ കുറച്ച് ക്ലിയർ ഉണ്ടാവും, അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് കാണുമ്പോൾ. പക്ഷേ നേരിട്ട് നല്ല കട്ടക്കോടയാണ്. ഏകദേശം ഒരു 10 മീറ്റർ തികച്ചില്ല ഡിസ്റ്റൻസ്. അത്ര ഡിസ്റ്റൻസ് മാത്രമേ വിസിബിലിറ്റി ഒക്കെ കിട്ടുന്നുള്ളൂ. ഓരോ കുതിരകൾക്കും ഓരോ പേരുണ്ട് കേട്ടോ. ഗൈസ്, മഹാബലേശ്വറിൽ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉള്ളൊരു സ്പോട്ടാണിത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ കോണൊക്കെ ഉണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ്. लिंगमाला वाटरफॉल से जा रहा हूँ. इसके बाद मैं वापस रूम के जाना हूँ. कल महट पे जा रहा हूँ. गाड़ी भी टंगी है. गाड़ी एक नंबर मैंने 5000 किलोमीटर के वाला एकदम हार्ड. അവർ വണ്ടർ അടിച്ചിട്ടാണുള്ളത്. ഞാൻ കേരളത്തിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ KL വണ്ടി കണ്ടിട്ട് ശരിക്കും ഇത് വലിയൊരു കാര്യമൊന്നുമല്ല. കാരണം കേരളത്തിൽ നിന്ന് വണ്ടി ഓടിച്ച് ലഡാക്ക് വരെ പോകുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയൊരു കാര്യമല്ല. അമ്പോ, നല്ല കുത്തനെയുള്ള ഇറക്കമാണ് ഗൈസ്. നമ്മൾ ലിംഗ്മല വാട്ടർഫോൾസിലേക്ക് നമ്മൾ എത്താറായി. പാർക്കിംഗ് ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് തന്നെ നമുക്ക് കാണാം. പെർ ഹെഡ് 20 രൂപയാണ് ഇവിടെ എൻട്രി ഫീ. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെ ഉണ്ടാവും. ഹാജി, मैं अकेला 20 रुपीज़. गूगल पे गाड़ी इधर. ओके,
സോ ഇതാണ് ടിക്കറ്റ്, ലിംഗ്മല വാട്ടർഫാൾസിൻ്റെ ടിക്കറ്റ്. പേടി. ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. അതാണ് സിപ്പ് ലൈന്. പിന്നെ ജയൻ സ്വിങ് ഉണ്ട്. ജയൻ സ്വിങ് അങ്ങനെ അത്ര വലിയ അടിപൊളിയായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ സിപ്പ് ലൈനും അത്ര ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല. നമുക്കെന്തായാലും വാട്ടർഫോളിൻ്റെ ആ ഒരു മെയിൻ വ്യൂ പോയിന്റിലോട്ടേക്ക് പോവാം. അങ്ങനെ ആദ്യമായിട്ട് പോലീസ് കൈ കാണിച്ചു ഗൈസ്. ഞാനാണെങ്കിൽ എണീറ്റ് നിന്ന് ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എണീറ്റ് നിന്ന് ഓടിക്കലല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല, കാരണം റോഡ് മുഴുവനും കുഴിയാണ്. അപ്പോൾ എൻ്റെ ഒരു കംഫേർട്ടിന് വേണ്ടിയിട്ട് ഞാൻ എണീറ്റ് നിന്ന് ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കാണാൻ ഒരാൾ കൈ കാണിക്കുന്നത്. ഓൾറെഡി വേറെ പിള്ളേരൊക്കെ അവിടെ ഇങ്ങനെ കൂട്ടായിട്ട് നിന്നേക്കുക. അവരെന്തോ കാരണത്താൽ അവരെ സൈഡാക്കിച്ചതാണ്. അങ്ങനെ അടുത്ത് എനിക്ക് കൈ കാണിച്ചു. പെട്ടെന്ന് കണ്ട പോലീസാണെന്ന് മനസ്സിലാവില്ല. ഫുള്ള് റെയിൻ വെയേഴ്സൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ട പോലീസാണെന്ന് മനസ്സിലാവില്ല. അങ്ങനെ എനിക്ക് കൈ കാണിച്ചു. അങ്ങനെ ചങ്ങായി ആണെങ്കിൽ ഫുള്ള് ഹിന്ദിയാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ ഹിന്ദി പറയുമ്പോൾ ഇങ്ങോട്ട് ഹിന്ദി പറയുമ്പോൾ എനിക്ക് കാര്യമായിട്ട് അങ്ങനെ മനസ്സിലാവത്തുമില്ല. അങ്ങോട്ടേക്ക് ഞാൻ ഹിന്ദി പറയുമ്പോൾ ഒരു ബ്രോക്കൺ ഹിന്ദിയാണ് എൻ്റെ, ഫ്ലുവൻ്റ് ഒന്നും അല്ല ഞാൻ. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ എണീറ്റ് നിന്ന് ഓടിക്കുന്നത് എന്നൊക്കെ. ആദ്യം ചെറിയ രീതിയിൽ ബോൾഡായിട്ടൊക്കെയാണ് സംസാരിച്ചതെങ്കിലും പിന്നെ പുള്ളിക്കാരൻ സോഫ്റ്റായി. ഞാനിങ്ങനെ കേരളത്തിൽ നിന്നാണ് വരുന്നത്, എണീറ്റ് നിന്ന് ഓടിക്കാൻ കാരണം ചെറിയൊരു ബാക്ക് പെയിൻ ഉണ്ട്, അപ്പോൾ എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് എണീറ്റ് നിന്ന് ഓടിച്ചതാണ്. റോഡ് മൊത്തം ഷോക്കാണ്, അപ്പോൾ അതുകൊണ്ട് എണീറ്റ് നിന്ന് ഓടിച്ചതാണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, റോഡിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെന്ത് ചെയ്യാനാണ്. അങ്ങനെ അവസാനം പുള്ളിക്കാരൻ ഒന്ന് സോഫ്റ്റായി. ലൈസൻസ് ചോദിച്ചു. ലൈസൻസ് ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും പെട്ടു. കാരണം എൻ്റെ അടുത്താണെങ്കിൽ ഫിസിക്കൽ ലൈസൻസ് ഇല്ല. ഫിസിക്കൽ ലൈസൻസ് കാണിച്ചിട്ടില്ല എന്നാണെങ്കിൽ അവർ ഫൈൻ ഇടും എന്നൊക്കെ ഇതിനു മുമ്പ് ഞാനൊരു കരക്കമ്പി കേട്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ പുറത്ത് നമ്മൾ ഫിസിക്കൽ ലൈസൻസ് കാണിച്ചിട്ടില്ല എന്നാണെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ തട്ടിപ്പറിക്കാനുള്ള ഒരു കാരണമായി പോലീസുകാർക്ക്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഫിസിക്കൽ ലൈസൻസ് തന്നെ കരുതുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ലൈസൻസ് ചോദിച്ചപ്പോൾ ഞാനാകെ പെട്ടു. എൻ്റെ അടുത്താണ് ഫിസിക്കൽ ലൈസൻസ് ഇല്ലല്ലോ. ഞാൻ അങ്ങനെ എൻ്റെ ഡിജി ലോക്കറിലുള്ള ലൈസൻസ് കാണിച്ചു കൊടുത്തു. പുള്ളിക്കാരന് കുഴപ്പമൊന്നുമില്ല, ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അവസാനം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാനെന്താ ചെയ്യേണ്ടത്, ഫൈൻ ഇടണോ അല്ലെങ്കിൽ വെറുതെ വിടണോ. അതങ്ങനെ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് എനിക്കങ്ങനെ മനസ്സിലാവുന്നൊന്നുമില്ല. ഫൈൻ എന്നുള്ള വേർഡ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലാതെ ബാക്കിയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പിന്നെ ഒന്ന് പിന്നെയും അയാളുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞ് അയാൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോഴാണ് ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ഫൈൻ ഇടണോ അല്ലെങ്കിൽ വെറുതെ വിടണോ എന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞേ എന്നാ സാർ വെറുതെ വിട്ടോ, സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങ് വിട്ടു. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഒന്നാമത് ബിസി റോഡായതുകൊണ്ടും പിന്നെ ഇവിടെ അങ്ങനെ വന്ന് ഒരു പരിചയമില്ലാത്തത് കൊണ്ടും പിന്നെ നല്ല കോട കൊണ്ടും വഴിയൊന്നും മനസ്സിലാകുന്നില്ല, ആകെ കൺഫ്യൂഷൻ. പിന്നെ ഒരു ഊഹം വെച്ചിട്ടാണ് പോകുന്നത്. ഇതിൽ തന്നെ